ഇറാൻ പണി തുടങ്ങി. ഒമാൻ തീരത്തിനടുത്തുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എണ്ണ ടാങ്കറിനെ ഇറാൻ ആക്രമിച്ചതായി റിപ്പോർട്ട്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് അമേരിക്കയും ഇസ്രായേലും പ്രതികാരം ചെയ്യാൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നതിനിടെയാണിത്. ഒമാനിലെ ദുഃഖം തുറമുഖത്ത് ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ആക്രമണത്തിൽ പലാവു പതാക വഹിച്ച എണ്ണ ടാങ്കർ ഒമാനിലെ മുസന്തം പെനിൻസുലയിൽ നിന്ന് ഇടിച്ചു. ആക്രമണത്തിൽ കുറഞ്ഞത് 4 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും സെൻസിറ്റീവായ സമുദ്ര ചോക്ക് പോയിന്റ് എന്നറിയപ്പെടുന്ന ആഗോള എണ്ണക്കപ്പൽ ഗതാഗതത്തിനുള്ള തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഒരു കപ്പലിനെയും ഇടുങ്ങിയ ഇടനാഴിയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന് ഇറാനിയൻ നാവികസേന അവകാശപ്പെടുന്ന ഒരു റേഡിയോ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടതോടെ അത് ഒരു മുന്നറിയിപ്പിന് തയ്യാറെടുത്തു. ഒമാൻ MSCയുടെ കണക്കനുസരിച്ച് സ്കൈലൈറ്റ് എന്ന എണ്ണക്കപ്പലിൽ 15 ഇന്ത്യക്കാരും 5 ഇറാനിയൻ പൗരന്മാരും ഉൾപ്പെടെ 20 പേരടങ്ങുന്ന ജീവനക്കാരുണ്ടായിരുന്നു. മുസന്തത്തിലെ ഖസബ് തുറമുഖത്ത് നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ നടന്ന ആക്രമണത്തിന് ശേഷം ജീവനക്കാരെ ഒഴിപ്പിച്ചുവെന്നാണ് വിവരങ്ങൾ. മുസദ്ദം ഗവർണറേറ്റിലെ ഖസബ് തുറമുഖത്തിന് 5 നോട്ടിക്കൽ മൈൽ വടക്ക് മാറിയാണ് റിപ്പബ്ലിക് ഓഫ് പതാക വഹിക്കുന്ന എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ടത് എന്നും ഇന്ത്യൻ പൗരന്മാരുള്ള 15 പേരും ഇറാനിയൻ പൗരന്മാരുള്ള 5 പേരും ഉൾപ്പെടെ 20 പേർ അടങ്ങുന്ന ടാങ്കറിലെ എല്ലാ ജീവനക്കാരെയും ഒഴിപ്പിച്ചതായി മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിക്കുന്നു. US-ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾക്ക് ഇറാൻ തിരിച്ചടി നൽകിയതിനെ തുടർന്ന് ഗൾഫ് ഒരു പുതിയ യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കെ ഒമാനിലോ സമീപത്തോ ഒരു ലക്ഷ്യത്തിന് നേരെ ആക്രമണം നടക്കുന്നത് ഇത് ആദ്യം. 4 ക്രൂ അംഗങ്ങൾക്ക് വ്യത്യസ്ത പരിക്കുകൾ സംഭവിച്ചുവെന്നും അവരെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നും പ്രാഥമിക വിവരങ്ങൾ ഉദ്ധരിച്ച് കേന്ദ്രം കൂട്ടിച്ചേർത്തു. വിവിധ സൈനിക സുരക്ഷാ സിവിലിയൻ ഏജൻസികളുടെ ഏകോപനത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് കേന്ദ്രം സ്ഥിരീകരിക്കുന്നു. ഇത് സമുദ്ര സംഭവങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ദേശീയ സന്നദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. ഒമാനിലെ ദുഃഖം തുറമുഖത്ത് ഇന്ന് രാവിലെ 2 ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നു. ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം 1/5 പ്രവാഹം കൈകാര്യം ചെയ്യുന്ന തന്ത്രപ്രധാനമായ ഒരു സമുദ്ര ചോക്ക് പോയിന്റാണ് ഹോർമൂസ് കടലിടുക്ക്. പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും അറേബ്യൻ കടലുമായും ഒടുവിൽ ഇന്ത്യൻ മഹാസമുദ്രവുമായും ബന്ധിപ്പിക്കുന്ന ഒരു ഇടുങ്ങിയ സമുദ്ര ഇടനാഴിയാണിത്. ഇറാൻ അതിന്റെ വടക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ തെക്കു ഭാഗത്ത് ഒമാനും UAEയും ഉണ്ട്. ഒമാനിലെ മുസന്തം ഉപദ്വീപുമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ പങ്കിടുന്നു. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഒരു കപ്പലിനും അനുവാദമില്ല എന്ന ഒരു റേഡിയോ പ്രക്ഷേപണം പ്രഖ്യാപിച്ചതിനു ശേഷം എണ്ണവാതക ടാങ്കറുകൾ ഇടനാഴി ഒഴിവാക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. ഇത് ഷിപ്പിംഗ് കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, സർക്കാരുകൾ, എണ്ണ വിപണികൾ എന്നിവയിൽ പുതിയ ആശങ്ക കാരണമാകുന്നു. അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യം ആക്രമണം നടത്തിയാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് കഴിഞ്ഞ മാസവും ഇറാന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. സുപ്രീം നേതാവിനെ വധിച്ച US-ഉം ഇസ്രായേലി സൈന്യവും കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണങ്ങൾക്ക് നിർണായകമായ മറുപടി നൽകുമെന്ന് രാജ്യം പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സായുധ സേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണ പ്രവർത്തനം ഏത് നിമിഷവും ആരംഭിക്കും. ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുടെ മുന്നറിയിപ്പ്. നിരവധി കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാതെ കാത്തിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും സ്തംഭിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ ചരക്ക് നീക്കം പ്രതിസന്ധിയിലാകും. ആഗോള വിപണികളെ തന്നെ ബാധിക്കുകയും എണ്ണവില കുത്തനെ കൂടാൻ കാരണമാവുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കാൻ കപ്പലുകൾക്ക് US നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇറാനും ഒമാനും ഇടയിൽ ഇടുങ്ങിയ ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും 33 കിലോമീറ്റർ മാത്രമാണ് വീതി. ഗൾഫിൽ നിന്നുള്ള എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും പ്രധാന എക്സിറ്റ് മാർഗമാണിത്. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം നിലച്ചാൽ വിതരണ ശൃംഖലയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ കാരണം അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിപ്പിക്കും. പ്രതിദിനം 20 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഈ കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. കൂടാതെ ലോകത്ത് 20% LNG വിതരണവും നടക്കുന്നത് ഇതുവഴിയാണ്. അതിനിടെ ഇന്ത്യൻ നാവികർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നാവികർ ജാഗ്രത പാലിക്കണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.